അസ്സലാമു അലൈക്കും. ആ ആ ആ എല്ലാവരും ഉണ്ടല്ലോ. എൻ്റെ കഥ കേൾക്കാൻ വന്നത് നിങ്ങളൊക്കെ? അതേതാ, നന്നായി. നല്ലത് നല്ലോടത്ത് കേട്ടാ നല്ല പോലെ അങ്ങോട്ട് പറയുന്ന. അതുകൊണ്ട് ഞാൻ നല്ലൊരു കഥ അറിഞ്ഞുതരാം. ആരും ഉറങ്ങരുതിട്ടാ. പണ്ട് പണ്ട് മക്കത്ത് ആയിഷ എന്ന് പറഞ്ഞൊരു കുട്ടീനുണ്ടായിരുന്നു. വെറും കുടിയനല്ല, കുട്ടിയന്മാരുടെ ഉസ്താദ്. എന്നാലുണ്ടല്ലോ മൂപ്പർക്കൊരു ദിവസം മുസ്ലിം ആവാനൊരു കുട്ടി. മൂപ്പരെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള മുസ്ലിങ്ങൾ നല്ല നിലക്ക് ജീവിക്കണിട്ട് മൂപ്പർക്കും നന്നാവാനൊരു ഇമ്പം. അന്ന് നബി തങ്ങൾ മദീനത്താണ്. അങ്ങനെ ആയിഷ പിറ്റേന്ന് മൂപ്പരെ ഒട്ടകത്തിന്മേൽ കയറി മദീനത്തേക്കുള്ള സവാരിയാൻ തുടങ്ങി. അപ്പോഴല്ല കഥ. പോണ ബൈക്കലുണ്ട് കുറച്ച് കുയിന്ത കുറേശ്ശാളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു പണിയില്ലാതെ ആൾക്കാരെ കുറ്റം പറഞ്ഞ് ചൊറിഞ്ഞും മാന്തിയും പോസ്റ്റും കാൽവലും വീട്ടൊക്കെ നമ്മൾ ഇരിക്കണവരെ കണ്ടില്ലേ? അതൊന്നും തുടങ്ങിയതല്ല, നബിൻ്റെ കാലത്തേനുണ്ട്. അങ്ങനെ ആയിഷാൻ്റെ ഈ പോക്ക് കണ്ട് കുറേശ്ശാളി ചോദിച്ചു, അല്ല എങ്ങട്ടാ ആയിഷ എജ്ജ് പോണേ? അപ്പം ആയിഷ പറഞ്ഞു, ഞാനേ മുസ്ലിം ആവാൻ മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോവുക. ഇതങ്ങട്ട് കേട്ട കുറേശ്ശാക്ക് ഉണ്ടോ സമാധാനം? എവിടെ തോട്ടെങ്കിലെ പോലെ കൊയിന്ത്. ഓര് പറഞ്ഞു, എൻ്റെ പൊന്നാരായിഷേ, മുസ്ലിമായ നിക്കരിച്ചേണ്ടി വരൂട്ടാ. അതിനിപ്പത്താ നമ്മളെ പഠിച്ചോടച്ചപ്പോൾ നന്ദി ചെയ്യാതെ ഞായല്ലേ അത്? കുറേശ്ശാൾ വിട്ടോ, ഒരു പിന്നെയും പിരികയറ്റില്ലേ? വിടൂ, മുസ്ലിങ്ങൾ ആൾക്കാരെ പൈസ കൈക്കലാക്കാൻ വേണ്ടി സക്കാത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടിട്ടാ. അതൊക്കെ അറിയാം. അതിനിപ്പത്താ അത് പൈസക്കാരീന്ന് കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കണം. ഞായല്ലേ അത്? കുറേശ്ശാൾക്ക് വാശിയായി. വിടൂ, മുസ്ലിമായ വ്യഭിചാര നിയമത്തിനോടൂ പിന്നെ എന്ത് സ്വാതന്ത്ര്യം അവിടെ ഉള്ളത്? നമ്മളെ ഇപ്പോഴത്തെ ചില ന്യൂജന്മാർ ചോദിച്ചണ പോലല്ലേ. അന്നത്തെ ന്യൂജന്മാർ ഓലായിരുന്നു. അതിന് ആയിഷ പറഞ്ഞു, അതിനിപ്പത്താ വൃത്തി വെടുപ്പില്ലാത്ത പണിയില്ലാതെ കണേ കുറേ പ്രായമായി. ഇനിയിപ്പോൾ അതിനോട് നിമ്പല്ല. അതില്ലാതെ ഏതാ നന്നായി. ഇതുകൂടി കേട്ട കുറേശ്ശേർക്ക് ഹളകിയുടെ ഹാല് ഓരോരോ 18ാമത്തെ അടവെടുത്തു. പിന്നെ ആയിഷേ, ഇസ്ലാമിൽ കള്ളുടിച്ചാലേ ചാട്ടവാറടിണ്ടിട്ടാ. നിച്ച് തീരുമാനിച്ച പോണ്ടേ. അല്ലാ, ഇതങ്ങട്ട് കേട്ടപ്പോൾ ആയിഷാൻ്റെ മുഖം മാറിയില്ലേ? കള്ളില്ലാതെ ഞാനങ്ങ് ജീവിച്ച അതെങ്ങനെയൊക്കെ പറ്റുക? എന്നാലേ തൽക്കാലം അടുത്ത കൊല്ലം മദീനത്തേക്ക് പോവാം. ഈ ഒരു കൊല്ലം മുഴുവനും കള്ളുടിച്ച. അങ്ങനെ മുസ്ലിം ആവാൻ തീരുമാനിച്ച ആയിഷ മക്കൾക്ക് തന്നെ തിരിച്ചു വന്നു. വരണ വരവേ ഡോ എന്ന് പറഞ്ഞ് ചക്ക വീണ വരെ ആയിഷ ഒട്ടപ്പത്തിന് താഴത്തേക്ക് വീണു. പെടലി ഒടിഞ്ഞ് നമ്മളപ്പം തന്നെ മജ്ജത്താവുകയും ചെയ്തു. ഇപ്പം എങ്ങനെയുണ്ട്? ഇന്ന് കുടിയന്മാരെ കാല. കള്ള് മാത്രോ? കള്ള്, കഞ്ചാവ്, മയക്കുമരുന്ന്, സ്റ്റിക്കർ, നെയ്സ്ലിപ്പ് ഒരേ ലഹരിയിൽ കാലം പോയൊരു പോക്കേ. അപ്പം എന്തായാലും എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഹറാമർപ്പിനൊന്നും നിൽക്കണ്ട കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ലഹരികൾ മുഴുവനും ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ചീത്ത കൂട്ടുകെട്ടൂടെയാണ്. അതുകൊണ്ട് കൂട്ടുകെട്ട് നല്ലതാക്കിയോളി. ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്നല്ലേ പറയാറ്. നല്ല തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് നന്ദി. ഇപ്പം ഏതായാലും സമയം കുറേ അയക്കണേ. ഞാൻ പോവുക. അസ്സലാമു അലൈക്കും.